ഗായ്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഈ പറകെ നടക്കുന്നത് എന്തിനെന്നറിയാമോ? ഡാഡിയെ കൊണ്ടാക്കാനേ. 2 ഓട്ടമൊക്കെ ഓടി എൻ്റെ അടുത്ത് വന്ന് കുഴഞ്ഞ് സംസാരിച്ച്. പോയിട്ട് വാ. ശരി പോയിട്ട് വാട്ടാ. ശരി പോയിട്ട് വാട്ടാ. ടാറ്റ. ഡാഡിയെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വാ. അച്ഛൻ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്ന സന്തോഷമാണ് ഈ ഓട്ടം കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഓടുന്നത്. അയ്യോ അച്ഛനെ കൊണ്ടൊന്ന് ആക്കിയിട്ട് വന്ന സന്തോഷമോ. ഇത് കണ്ടില്ലേ ഓടുന്നത്. പോയി അവിടെ നോക്കണ്ട. ഡാഡി പോയി വരുവട്ടാ. ഉച്ചക്ക് വരും കേട്ടാ. ശരി. അയ്യോ പോയി അല്ലേ മോനെ. ഇവിടെ അകത്ത് കയറ്റി പൂട്ടിയിട്ട് പോയി അല്ലേ. വരുവട്ടാ. വിഷമിക്കണ്ട കേട്ടാ. ബാ. അപ്പോൾ ഗൈസ്, പൊന്നിന് ചോറൊക്കെ കൊടുത്ത് വന്നിരിക്കുന്ന കേട്ടോ ഇങ്ങനെ റൂമിൽ കേട്ടോ. ഭയങ്കര ചൂടാണ് ഗൈസ്. ഒന്നും പറയാതിരിക്കണം നല്ലത്. അത് അനുഭവിച്ചറിയണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത്. അയ്യോ എന്തോ ചൂട്. ഞാനിപ്പോൾ രാവിലെ 11 മണിയായപ്പോൾ തന്നെ ഒരു 3 നൈറ്റി ആയി കേട്ടോ മാറുന്നത്. അത്ര വിയർപ്പാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ചേച്ചി പോയ സങ്കടത്തിലൊക്കെയാണ്. ചേച്ചിയും പോയി. ഡാഡി ഉച്ചക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിയും പോയ സങ്കടത്തില്ല. ഡാഡിയെ കൊണ്ടാക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഡാഡി ഉച്ചക്ക് വരും എന്ന് പറഞ്ഞു. കിടക്കുന്നതാണ്. അമ്മച്ചി പൊന്നിന് എന്തിനാണ് വിഷമം? എന്നാണ് വിഷമം പൊന്നിന്? നമ്മുടെ പൊന്നിന് എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? മമ്മി ഇല്ലേടാ. എൻ്റെ പൊന്ന് എന്തിനാണ് വിഷമിക്കണം? പൊന്നിന് കൊണ്ടുപോവാം. ചൂടൊന്ന് കുറയട്ടെ. ചേട്ടന് അവധി കിട്ടട്ടെ. അപ്പം നമുക്ക് പോവാം. പാർക്കിലൊക്കെ പോവാട്ടാ. ഇവിടുന്ന് നമുക്ക് വേറൊരു സ്ഥലമുണ്ട്. ഒരു 3-4 മണിക്കൂർ നമ്മുടെ കാറിൽ പോയിട്ട് അവിടെ പെറ്റ്സിനൊക്കെ ഉള്ള റൂമൊക്കെ കിട്ടും കേട്ടോ. ഹോട്ടൽ റൂമൊക്കെ കിട്ടുമെന്ന് മോൻ പറഞ്ഞു. മോൻ ബാങ്കിൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി പോയപ്പോൾ പറഞ്ഞു, മമ്മി ഇവിടെ ചിലയിടത്ത് പെറ്റ്സിനെ കൊണ്ടുവരാൻ അവർ അനുവദിക്കത്തില്ല. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 3 മണിക്കൂറേ ഉള്ളൂ. പെറ്റ്സിനെ കൊണ്ടുപോകാൻ അനുവദിക്കും. നമുക്ക് ഒരു ദിവസം പോവാം ഇവനെയും കൊണ്ട്. ഒരു ദിവസം അവിടെ ചുറ്റിയിട്ട് വരാം എന്നൊക്കെ മോൻ പറഞ്ഞു കേട്ടോ. പറയുന്നതന്നെ ഉള്ളൂ. അവർക്കൊക്കെ നമ്മളെന്തെങ്കിലും ഒരു പ്ലാൻ ഇടുമ്പോഴായിരിക്കും അവൻ ആസാം സ്കൂൾ ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ. ഇല്ലേ പഞ്ചാബ് ഇങ്ങനെ ഓരോ ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി അവിടെ പോകും. പിന്നെ മോളുടെ ഓഫീസിൽ നിന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. ടൂറിന് പോവാം. പക്ഷേ ഇവനെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഓരോരുത്തർ എനിക്ക് വിശ്വാസമില്ല ഇവനെ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ മനസ്സ് ഇഷ്ടപ്പെടുത്തില്ല കേട്ടോ ഗൈസ്. കാരണം എനിക്ക് അവന് സമയത്ത് ഭക്ഷണം കൊടുക്കുമോ അവനെ അടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് പോയിരുന്നാലും ഇവ കഴിക്കത്തൊന്നുമില്ല ഞാനില്ലെങ്കിൽ ഫുഡ്. അത് കാരണം ഈ വർഷം നാട്ടിലും പോയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇവനുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അവനെപ്പോഴും എന്നെ ഇങ്ങനെ അടുക്കളയിൽ നോക്കിയിരിക്കുന്നത് എന്താണെന്ന്. ഞാൻ എവിടെയെങ്കിലും പോവോ അവൻ AC റൂമിൽ ഇരുന്നിരുന്നാലും മോളുണ്ടെങ്കിൽ മോളെ ഇങ്ങനെ ഒരുമാതിരി സൗണ്ടിൽ വിളിക്കും. എന്തിനെന്ന് പറയുമ്പോൾ അവന് കതക് തുറന്നിടണം. എന്നാൽ AC റൂമിൽ ഇരിക്കുകയും വേണം. എന്നെ ഇട്ട് കാണണം. ഞാനെങ്കിലും എവിടെയെങ്കിലും പോകണോ എന്ന്. അവന് കടയിൽ പോയിരുന്നാലും അവന് വല്ലാത്ത വിഷമമാണ് ഞാൻ പോയി കഴിഞ്ഞാൽ. അത് മമ്മി ഉണ്ടല്ലോടാ പൊന്നിന്. അമ്മി ഉണ്ടല്ലോടാ. അത് മമ്മി ഉണ്ടല്ലോടാ എൻ്റെ പൊന്നിന്. എൻ്റെ പൊന്നെ അങ്ങനെ വിഷമിക്കാനൊന്നും മമ്മി അനുവദിക്കത്തില്ലേ. എൻ്റെ പൊന്നിനെ വിഷമിപ്പിക്കാനൊന്നും മമ്മിയും ഡാഡിയും ചേച്ചിയും ചേട്ടനൊന്നും വിഷമിപ്പിക്കാൻ സമ്മതിക്കില്ലേ. അയ്യോ അച്ഛ പോ ഉമ്മ. മമ്മിയുടെ സുന്ദര മോനാണോ നീ? മമ്മിയുടെ സുന്ദര മോനാണോ? അച്ചോ മമ്മിയുടെ സുന്ദരമോൻ. ഇങ്ങനെ ഞാൻ അവനോട് ഫ്രീ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കര കളിയാണ് കേട്ടോ. കളിച്ചിരിക്കുള്ളൂ. അവൻ കളിക്കാൻ വരും കേട്ടോ. അതാണ്. ഹായ് കണ്ടോ. ചോദിക്കാതെ തന്നെ ഇന്ന് ഹൈ വന്നാൽ കണ്ടോ. കൊഞ്ചിച്ചപ്പോൾ ഒരു ഹൈയും കൂടെ കൊടുത്തപ്പോന്നോ. ഒരു ഹൈയും കൂടെ കൊടുത്ത് ഇപ്പോൾ ദീപക്ക് വരുമല്ലോ. ഇപ്പോൾ ദീപക്ക് കുറേ 2 മാസത്തിന് ശേഷം അറ്റാക്കൊക്കെ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇന്ന് രാവിലെ വന്നു കേട്ടോ. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ അവനിപ്പം തന്നെ ഒരു 12 മണിയാകുമ്പോൾ വരുമ്പോൾ ഞാൻ ആ വീഡിയോയും കൂടെ എടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അവൻ്റെ സന്തോഷം ഭയങ്കര കേട്ടോ.
ഭയങ്കര ദീപക്കിനെ കണ്ടപ്പോൾ പാവം പയ്യനാണ് കേട്ടോ. ഞങ്ങളുടെ ഇലാക്കയിലുള്ള പയ്യൻ തന്നെയാണ്, എല്ലാ പണിയും ചെയ്യും. അപ്പോൾ അവന് ഇവിടെ കൂടാതെ ഒരു 2 വീട്, ഒരു CBI ഓഫീസുണ്ട്, ഒരു ഡോക്ടറിൻ്റെ വീട്ടിൽ അവൻ ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലും പണി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വീട് വിട്ടു കേട്ടോ, അവന് സുഖമില്ലാത്ത. നമ്മളെയൊന്നും അവൻ വിടത്തില്ല, അവനിഷ്ടമാണ് ഭയങ്കര. അവന് ഈ വയ്യെങ്കിലും അവനൊരു ആളടുത്ത് പറഞ്ഞു അയച്ചായിരുന്നു, അവൻ്റെ ചേച്ചി വരും ഒന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ ഇന്ന് തൊട്ട് വന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ജോലി കുറവുണ്ട് കേട്ടോ, എക്സ്ട്രാ പണിയുടെ ഒത്തിരി ഉണ്ട്. ദീപക്ക് വന്നോന്ന് നോക്കുന്നതാണോ പൊന്നോ? ദീപക്ക് വന്നോന്ന് നോക്കുന്നു. ദീപക്ക് വന്നിട്ടില്ല. വരുവേട്ടാ വരുവേട്ടാ. ഇടയ്ക്കൊന്നും ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുന്നതാണ് കേട്ടോ. ദീപക്ക് വന്നു, വരേണ്ട സമയമായി. ഇച്ചിരി ലേറ്റ് ആവും, അവന് സുഖമില്ലല്ലോ, പതുക്കെ ചെയ്ത് വരും. ഗേറ്റ് തുറക്കുന്നുണ്ടോയെന്ന് ആ വഴിയിൽ വന്ന് നിൽക്കണം കേട്ടോ. ദീപക്കിനെ നോക്കി വരുന്നുണ്ട്, നോക്കാനാണ് ഈ വരുന്നത് കേട്ടോ. ഗേറ്റ് തുറക്കണുണ്ടോയെന്ന് നോക്കാനാണ് ഈ വരുന്നത്. എന്ത് പൊന്നാ, വന്നില്ലേ ദീപക്ക്? ഓ, ഇത് കണ്ടോ, ചെന്ന് നോക്കുന്ന കണ്ടോ വെയിലത്ത്. AC റൂമിൽ നിന്ന് വന്ന് അവൻ വെയിലത്ത് നിന്ന് നോക്കുന്നതാണ്. ദീപക്ക് വന്നോ, ഗേറ്റ് തുറന്നോ? കണ്ടോ, വന്നില്ല അല്ലേ? വരും. എന്ത് പൊന്നു ഇത്? ഇതെന്താണിത്? എന്തുവാ ഇത്? ഓ, എന്തു സൗണ്ടാ അത്? എന്താ പൊന്നു അത്? എന്താണ് പൊന്നു അത്? പൊന്നുവേ, നമ്മുടെ പൊന്നുവേ, നമ്മുടെ പൊന്നുവേ. ചേച്ചി പോയാ? ചേച്ചി എവിടെ പോയി? ഓഫീസിൽ പോയാ? ചേച്ചി നാളെ പോവും, ഇനി 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പോഴോ? ചേച്ചി ഓഫീസിൽ പോയാ? ദീപക്ക് വന്നില്ലല്ലേ? വരുവട്ടെ ദീപക്ക് വരുവട്ടെ. ഇപ്പം तो ये चाबी भीतर है अच्छे। हाँ खोले चाबीटा नहीं आशो तो चाबीटा नहीं आशो വന്നോ ദീപക്ക്? അച്ഛോ, ദീപക്ക് വന്നേ. അയ്യോ, ദീപക്ക് ഒരു 2 മാസത്തിന് ശേഷം വന്നാണ്. വരട്ടെ ഇങ്ങോട്ട് വാ. ഓ, ദീപക്കിനെ ചെന്ന് നോക്കണം, അവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. വിളിക്കാൻ പോകുന്ന പോക്ക് കണ്ടോ ചെന്ന് നിൽക്കുന്നത്. എന്തോ ഈ കാണിക്കണേ? വരട്ടെ ദീപക്. आशो तुम्ही ऊपर आई चलो ऊपर आई ओ आशे ऊपर आई. ओ दीपक വന്നതിന്റെ സന്തോഷം, खुशी एकदम खुशी কি করেছো? এরে বাবা, হ্যাঁ দীপক আসছো? জিজ্ঞেস কর দীপক কোথায় যাইছে, কতদিন হয়ে গেছে, লাইটটা ভালো আছে? ও അപ്പോൾ ദീപക്ക് വന്നതിൻ്റെ സന്തോഷവും കാര്യങ്ങളും അതേ പിറകെ പറയാൻ നടക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. പുതിയതായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ദീപക്ക് പണിയേട്ടെ. ഓ, ദീപക്കിന് വയ്യായിരുന്നു, പണിയേട്ടെ ഉച്ചോ দেখি ও ঠিক আছে, ও আসছে না, খুশি হয়ে গেছে, ঠিক আছে, ও রোজ আসবে এমনি মেরু আবার নি হ্যাঁ বসো ও ও ও ও ও ও রে বাবা আই দি হ্যাঁ বসেছি শুনেছি হ্যাঁ বসো শুনেছি. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഇനിയിപ്പോൾ ദീപക്കിൻ്റെ പിറകെ ഇങ്ങനെ നടക്കും കേട്ടോ. ദീപക്ക് അടിക്കണതും തുടക്കണതൊക്കെ നോക്കി ഇങ്ങനെ നടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ.